അത്ര കണ്ടാൽ മതി. നിങ്ങൾക്കില്ല ഏത് പത്രം നിങ്ങൾ ചോദിക്കാൻ അറിയയില്ല. ഏത് പത്രം? ജനം. പിന്നെ ജനം ഇതിനപ്പുറത്ത് വരെ പറഞ്ഞിട്ട് കാര്യം അറിയില്ല. കടകംപള്ളി സൂര്യൻ ഞാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കടകംപള്ളി സൂര്യൻ നടന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളാരും പോയിട്ടുണ്ടായിരുന്നു ആടാ? അതാ കാര്യം. ആയിരുന്നു അല്ലേ? അറിയില്ല. അതിൻ്റെ അറിയില്ല. മണിശങ്കർ അയ്യർ രമേശ് ചെന്നിത്തല മാത്രമല്ല, ഇനി വി ഡി സതീശനും വേറെ കളവെന്ന് പറയും. ഇന്നത്തെ നാളെ പത്രസമ്മേളനം ഇല്ലാതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ഓരോ ദിവസവും ഓരോ കളവല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കളവ് നാളെ മണിശങ്കർ അയ്യരുമായി ബന്ധപ്പെട്ട് പറയും. മണിശങ്കർ അയ്യർ എന്താ പരിഹസിച്ചത്? കോൺഗ്രസ് അല്ല പറഞ്ഞോ? അതെ, അദ്ദേഹം പറഞ്ഞത് ഗാന്ധി കണ്ട സ്വപ്നം നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്, പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞത് ഇവിടെ പറഞ്ഞു നടക്കുന്ന ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പറഞ്ഞു നടക്കുന്നതിന് കണക്ക് വിരുദ്ധമായിട്ടാണ്. ഇവിടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം പോലും അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാ വികസനത്തിനും എതിരാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലേ ഉള്ളൂ. എന്നിട്ട് എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ അതിശക്തിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ജാഥയിൽ പറയാൻ പറ്റുന്നില്ല. വികസനം എന്ന് പറയുന്ന പദയെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെത്തി. അവരുടെ പ്രസംഗത്തിൽ മുഴുവൻ എല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഒരൊറ്റ ക്രിയാത്മകമായ നിർദ്ദേശവും അവർക്ക് മുന്നോട്ടേക്ക് വെക്കാനില്ല. അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ. ദയനീയമായ ചിത്രമാണ്. സംഭരണത്തിലെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വലിയൊരു സംഖ്യ 1300 കോടി രൂപ കുടിശ്ശികയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതിന്റെ 1344 കോടി. അതെ. അപ്പൊ ആ കുടിശ്ശികയേക്കാൾ വലിയ തുക സപ്ലൈകോർക്ക് സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇല്ല, സപ്ലൈകോന് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. ഇപ്പം അടുത്ത പ്രാവശ്യം കൊടുത്തല്ലോ, കണക്ക് വന്നില്ല പത്രത്തിൽ. പക്ഷെ എല്ലാ വർഷവും ഈ നെല്ല് കൊയ്ത്തുണ്ടാവും 2 വർഷം. പക്ഷെ എല്ലാ വർഷവും ഈ രണ്ട് കൊയ്ത്ത് കഴിയുമ്പോഴാണ് നെല്ല് സമൃദ്ധത്തിൽ ചേർക്കുന്നത്. അല്ല, അതൊക്കെ മാറ്റിയല്ലോ ഇപ്പോൾ. ഇപ്രാവശ്യം എല്ലാം മാറി. എല്ലാ സഹകരണ സംഘങ്ങളായി ആക്കി അവർ വാങ്ങാനും കൊടുക്കാനും എല്ലാ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു പ്രശ്നവുമില്ല, ഒരു സംവിധാനവുമില്ല. അതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ 6.31 ഉറുപ്പിക ഒരു കിലോ നെല്ലിന് കൊടുക്കാൻ പാടില്ല എന്ന് വന്നിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും ഒരു ആശങ്കയുമില്ല. 6.31 ഉറുപ്പിക നമ്മൾ ഈ ബോണസായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ. അങ്ങനെ ഒരു ബോണസ് കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറഞ്ഞാൽ, നിങ്ങൾ നെല്ല് ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ധാന്യ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടും ഒന്നും ചിലവാക്കാൻ പാടില്ല. കാരണം നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഉൽപ്പാദിപ്പിച്ചതുകൊണ്ട് മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് കയറ്റുമതിയും ഇറക്കുമതിയും സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇവിടെ 0% തീരുവയാണ് ഏത് ഇറക്കുമതി ചെയ്യാൻ. നമ്മൾ അങ്ങോട്ട് അയക്കുന്നതിന് 18% കൊടുക്കുകയും വേണം. ഇവിടെ 0%. മുമ്പ് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞപ്പോൾ കയറ്റുമതിയും ഇറക്കുമതിയും ചുങ്കം അധികം ഉണ്ടാകാൻ പാടില്ല എന്നാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് ആദ്യം 0 ആയിരുന്നു അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ. അത് പിന്നെ 3 പിന്നെ അത് ഇപ്രാവശ്യം നേരത്തെ 25 പിന്നെ 50 അങ്ങനെ വർദ്ധിപ്പിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. അതിപ്പോൾ അങ്ങോട്ട് നമ്മൾ അയക്കുന്നതിന് കൂടുതൽ ചുങ്കം കൊടുക്കണം, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ചുങ്കം അവസാനിപ്പിച്ചു. 0 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ അമേരിക്കയിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും മുഴുവൻ വരും. വരുന്നത് വലിയ അപകടകരമായ രീതിയായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കൃഷിക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടില്ല, ഖജനാവിന് ഒരു ബാധ്യത ഉണ്ടാക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് കത്ത് എഴുതിയിരിക്കുകയാണ് കേരള ഗവൺമെൻറ്റിന്. ഇതാണ് സ്ഥിതി. വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണത് പൂർണ്ണമായിട്ടും വകുപ്പ്. അതിൽ കേരള ഗവൺമെൻറ് കൃത്യമായിട്ടൊരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ട് ഏതാണ്ട് 2000 കോടിയോളം ഉറുപ്പിക നമുക്ക് ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങളുണ്ട് കേരളത്തിൽ. വനം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ്, അധികരിച്ച് വന്നിട്ടുള്ള വിസ്തൃതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അതിർത്തി മുഴുവൻ ഈ വന്യമൃഗങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടി സംസ്ഥാനം മാത്രം വിചാരിച്ചാൽ സാധിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് വനാതിർത്തിയുണ്ട്. അത് ഒരു ജില്ല മാത്രമാണ് വനാതിർത്തി ഇല്ലാത്തത്. അത് നിങ്ങൾക്കെല്ലാവരും പോലെ ആലപ്പുഴയാണ്.
ബാക്കി എല്ലാവർക്കും അനാതിർത്തിയുണ്ട്. അപ്പോൾ ഈ അതിർത്തിയിൽ വലിയ പ്രശ്നമാണ് വരുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു മാത്രമേ സാധിക്കുകയുള്ളൂ. ആ സഹായം അവർ തരുന്നില്ല. 1. 2, ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് അനുവാദം തരുന്നില്ല കേരളത്തിൽ. ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിയമനിർമ്മാണം നടത്തിയത് കേരളം. ആ നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള നിയമം യഥാർത്ഥത്തിലാവണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കൂടി അംഗീകാരം വേണം. അതിന് ഗവർണർ കേന്ദ്ര ഗവൺമെൻറ് അയക്കണം, പ്രസിഡന്റിനെ അയക്കണം. പ്രസിഡന്റിനെ അയക്കൂല. നമ്മൾ കേരളത്തിലെ ഗവർണർ അതവിടെ വെച്ചിരിക്കുകയാണ്. അതാണ്